ഇവനാണെങ്കിൽ ഒരു മാച്ച് ഉണ്ടായിരുന്നു. ആ മാച്ചിന് പോകാൻ വേണ്ടിയിട്ട് അവൻ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ എണീക്കുന്ന സമയത്ത് അവന് വല്ലാത്ത രീതിയിൽ തല കറങ്ങുകയും അവൻ്റെ കാഴ്ചയൊക്കെ മങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ്റെ ബാലൻസ് പോവുകയും അവൻ ഫെയിൻ്റായി വീഴുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആ ബസ് സ്റ്റോപ്പിൽ ആ ബസ് വരികയും അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പോഴാണ് ആ ബസ്സിലുണ്ടായിരുന്ന അവൻ്റെ ഫ്രണ്ട് അവനിങ്ങനെ ഫെയിൻ്റായിട്ട് വീഴുന്നത് കണ്ടത്. ഉടനെ തന്നെ ബസ് ബാക്കിലോട്ട് വരികയും അവനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ്റെ ഫ്രണ്ട്. ആ സമയത്ത് തന്നെ ഗെയിമൊക്കെ അവിടെ നടക്കുകയും ഗെയിം അവസാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗെയിമിൽ ഇവർ ഫെയിലായി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ ബ്ലഡ് ഷുഗർ ലോ ആയിട്ടുണ്ടായിരുന്നു, അത് കാരണമാണ് നീ ഫെയിൻ്റ് ചെയ്തത്. അതുപോലെ തന്നെ നീ ഓവർ സ്ട്രെസ്സും എക്സോസ്റ്റഡ് ആണ്, അതുകൊണ്ടും കൂടെയാണ് ഫെയിൻ്റ് ആയത് എന്ന് പറയുന്നുണ്ട്. നീ നിന്നെ ഓവറായിട്ട് പുഷ് ചെയ്യാൻ പാടില്ല. നീ നിൻ്റെ ബോഡിയും കൂടെ നോക്കണം. നീ കറക്റ്റായിട്ട് റെസ്റ്റ് എടുക്കണം. അതുപോലെ തന്നെ നീ ഇതുപോലെ ഒട്ടും റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ശരീരം തളർന്നു പോകും. അവസാനം നിൻ്റെ ഫാമിലിയിലുള്ളവർക്കും നിൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ നിൻ്റെ ബോഡി നന്നായിട്ട് നോക്കണം, റെസ്റ്റ് എടുക്കണമെന്നൊക്കെ അവൻ പറയാണ്. എല്ലാ കാര്യങ്ങളും സ്വയം ഉള്ളിൽ ഒതുക്കിയിട്ട് ആരോടും പറയാതെ ഇങ്ങനെ സ്ട്രെസ്സ് ചെയ്യരുതെന്നും പറയുന്നുണ്ട്. താങ്ക് യു.